പിള്ളേരെ നമ്മൾ പുതിയ ഒരു പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ട സിനിമയാണ് സുമതി വളവ്. അപ്പോ അർജുൻ അശോകനാണ് ഈ സിനിമയിലെ നായകൻ. എന്നോടൊപ്പം സിനിമ കാണാൻ ഐറ ഉണ്ടായിരുന്നു. അപ്പോ ഐറ പടം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ട്. പ്രേത സിനിമയായിരുന്നു. കൊച്ചു പേടിച്ചിറച്ചിരിക്കുകയായിരുന്നു. പ്രേത സീനൊക്കെ കണ്ടാ? ആ സീനൊക്കെ ഒന്നും വേണ്ടിയിട്ട് കണ്ണങ്ങ് അടച്ച് അതിന് മുമ്പേ ഞാൻ കണ്ട് ആ സീനൊക്കെ. രാത്രി പേടിച്ച് സ്വപ്നമൊക്കെ കണ്ടാ? ഇല്ല. കൊച്ചു സ്വപ്നം കാണുമെന്ന് പറഞ്ഞ് പേടിച്ചാണ് അവളെ അവളുടെ കണ്ണ് അടച്ചത്. എങ്കിലും സിനിമ കൊള്ളായിരുന്നില്ലേ? കൊള്ളാം. നല്ല സിനിമയായിരുന്നു. അപ്പോ അർജുൻ അശോകനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. പിന്നെ ഈ സിനിമയിലെ വില്ലനായിട്ട് വരുന്ന നമ്മുടെ മുകേഷ് ഏട്ടന്റെ മകനായ ശ്രാവൺ മുകേഷ് ആണ്. പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഉണ്ട്. ഇപ്പോൾ നെപ്പോ കിഡുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന 3 പേരാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയില് കഥ എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. അഭിലാഷ് പിള്ളയും സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഒരു ഹൊറർ കോമഡി ആയിരുന്നു. സിനിമയിൽ കുറെ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോമഡി രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ചിരിച്ചു ഉപ്പാട് വന്നു. കൊച്ചു ചിരിച്ചു ഉപ്പാട് വന്ന്. ചില രംഗങ്ങളിലൊക്കെ കൊച്ചു ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് പോപ്കോണൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. പോപ്കോൺ തിന്നില്ലേ? അതിന്റെ വീഡിയോ എല്ലാരും കണ്ടു. എല്ലാരും കണ്ടല്ലോ. കൊച്ച് പോപ്കോൺ തിന്നുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ചാനലില്. പിന്നെ സിനിമയിലേക്ക് വരികയാണ് എങ്കിൽ കൊളത്തൂപ്പുഴയുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ ചില ആൾക്കാർ ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മാതിരി ഡീഗ്രേഡിങ് ഒന്നും സിനിമയ്ക്ക് സത്യത്തിന് ആവശ്യമൊന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അഭിലാഷ് പിള്ളയോട് മുമ്പ് മാളികപ്പുറം ചെയ്തതിലുള്ള ദേഷ്യമാണ് പലർക്കും ഉള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. തിയേറ്ററിൽ മാത്രമല്ല, തിങ്കളാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. തിങ്കളാഴ്ച ആയിട്ട് പോലും തിയേറ്ററിലെ ബാൽക്കണിയിൽ ഹൗസ്ഫുൾ ആയിരുന്നു. നിറച്ച ആളുണ്ടായിരുന്നു. ആരും കാണില്ല എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ നിറച്ച ആളുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ടെക്നിക്കൽ സൈഡിൽ വരികയാണെങ്കിലും സിനിമ നല്ല രീതിയിൽ ടെക്നിക്കലി റിച്ച് ആയിട്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് ഒരു നെഗറ്റീവ് പാട്ടുകളാണ്. പക്ഷെ പഴയ കാലത്തെ പ്രേത സിനിമകളിലെല്ലാം പാട്ടുകൾ പ്രധാനപ്പെട്ട പങ്കുവച്ചു. ഈ സിനിമയിലും പാട്ടുണ്ട്. പാട്ട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു, അല്ല ആ ട്രിം ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിന് ആ പാട്ടൊന്നും ബാധിച്ചിട്ടില്ല. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. സാറിന് ഇതുവരെ കണ്ടിട്ടുള്ള പ്രേത സിനിമയുടെ ടെംപ്ലേറ്റുകളിലെല്ലാം അവസാനം ഒരു മാന്ത്രികം വന്നിട്ട് യക്ഷിയെ തളയ്ക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണുള്ളത്. പക്ഷെ ആ രീതിയിലേക്ക് സിനിമ പോയില്ല. പിന്നീട് ആ ഗ്രാമത്തിലെ ഒരു കഥ എന്ന രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോയത്. പിന്നെ അതിലെ ഛായാഗ്രഹണം, ക്യാമറയൊക്കെ വളരെ നല്ല ഇതായിരുന്നു. പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഛായാഗ്രഹണം പല സമയത്തും ഉണ്ടായിരുന്നു. മൊത്തത്തില് ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. അവിടെ കുട്ടികൾക്കൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടു. അയറെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. പേടിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെയൊക്കെ ഈ കൊച്ചിലെ തന്നെ ആ പേടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഉള്ളിലെ പേടിയെല്ലാം ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരിക. അതുവരെ ബൈ ബൈ.